യെസ്, ഇംതിയാസ് അലി ഈസ് ബാക്ക്. ഇത് വെറും ഒരു കംബാക്ക് അല്ല, ഇത് ആ ഒരു ഇംതിയാസ് അലി മാജിക് ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. റോക്ക് സ്റ്റാർ, ജബ് വി മെറ്റ്, തമാശ എന്നീ സിനിമകളൊക്കെ നമുക്ക് തന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു വാംത്ത്, ആ ഒരു ഹാർട്ട് ബ്രേക്ക്, ആ ഒരു ടച്ച് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. 1947 പാർട്ടിഷൻ എന്ന ഡാർക്ക് ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാജിക് ലവ് സ്റ്റോറിയാണ് സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേദനയുള്ള ഒരു കാലഘട്ടം പോലും വളരെ ബ്യൂട്ടിഫുൾ, വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടാണ് ഇംതിയാസ് അലി കഥ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ ഒരു കഥയല്ല പറയുന്നത്, ഒരു കവിത പോലെ ഒഴുകുകയാണ്, ഒരു നദി പോലെയാണ് ഒഴുകുന്നത്. നമ്മൾ ആ ഒരു ഒഴുക്കിനൊപ്പം നമ്മൾ യാത്ര ചെയ്യാണ്. പാർട്ടിഷൻ പീരീഡ് സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മൾ ഹിസ്റ്ററി ബുക്സ് വായിക്കുന്ന പോലൊന്നുമല്ല, നമുക്കിത് ശരിക്കും ഫീൽ ചെയ്യും. ആ ഒരു കാലഘട്ടത്ത് ആ ഒരു ഓരോ മനുഷ്യന്മാർ ജീവിച്ച രീതി, അവരുടെ ഓരോ അനുഭവങ്ങൾ നമുക്കത് ശരിക്കും വേദനയായിട്ട് തോന്നും. എസ്പെഷ്യലി കുറേ സീൻ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നി. ആൻഡ് അതേപോലെ നസീറുദ്ദീൻ ഷാ, വാട്ട് ആൻ ആക്ടർ എന്ന് എനിക്ക് പറയാൻ തോന്നി. എന്തൊരു മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ പെർഫോം ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ, ആ ഒരു ആക്ടർ സ്ക്രീനിൽ വരുന്ന ഓരോ നിമിഷം നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ബിക്കോസ് ആ ഒരു ആക്ടർ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്ത രീതി ഭയങ്കര ഗ്രേസ്ഫുൾ, ഭയങ്കര ഡിഗ്നിറ്റിയോടെയാണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഷർവാരി വളരെ സിൻസിയറായിട്ട്, വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തൊരു നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. വേറെ ആരെയും നമുക്ക് ഇനി ആ ഒരു റോളിനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനോഹരമായിട്ട് തന്നെ ആ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ വേദാംഗ് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ദിൽജിത്തും നന്നായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു പ്രശ്നം തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ദിൽജിത്തിൻ്റെ ആ ഒരു ക്യാരക്ടറും അതിൻ്റെ ആംഗിളൊന്നും വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ല. ബിക്കോസ് ഇംതിയാസ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പാസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടെ പ്രസന്റ് ഫോക്കസ് കൊടുത്തായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡെപ്ത് കൊടുത്തായിരുന്നു, നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടിയേനെ. പക്ഷെ ഇത് ഞാൻ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. ആൻഡ് എ റഹ്മാൻ ഇംതിയാസ് അലി കോംബോ, അവരുടെ ആ ഒരു കോമ്പോയുടെ ആ ഒരു പ്രത്യേകത നമ്മൾ വീണ്ടും ഓർമ്മിച്ച് തന്നിരിക്കുകയാണ്. ബിക്കോസ് ഇതിൻ്റെ സോങ്സ് ആണെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഭയങ്കര നമ്മുടെ മനസ്സിൽ നിൽക്കും. നമ്മൾ സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ബിക്കോസ് ഭയങ്കര വോംത്തും ഭയങ്കര സൂത്തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് വിഷ്വൽസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അത്രയും കിടിലായിട്ട് പണിയെടുത്തിട്ടുണ്ട്. 1947 എന്ന ഒരു കാലഘട്ടം, ആ ഒരു റൊമാൻറ്റിക് പോർഷൻസ് ആണെങ്കിലും, അതേപോലെ 1947 ആ ഒരു കലാപം നടന്ന സമയമാണെങ്കിലും, അതേപോലെ നമ്മുടെ പ്രസന്റ് ടൈംസ് ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ യാത്രയാണ്. നമ്മൾ ഇംതിയാസ് അലിയുടെ വേൾഡിൻ്റെ ഭാഗമാണ്. ആ ഒരു സിനിമാറ്റോഗ്രാഫർ അത്രയും ബ്യൂട്ടിഫുൾ, അത്രയും ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ്, ഞാൻ സ്പോയിലർ അല്ല പറയാൻ പോണത്. പക്ഷെ അതായത് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. അതാണ്, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങൾ ആരും അൺഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇറങ്ങില്ല. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തന്നിട്ട് നമ്മുടെ മനസ്സ് നിറച്ച്, നമ്മുടെ കണ്ണ് നിറച്ചിട്ട് ഈ സിനിമ നമ്മൾ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുള്ളൂ. അത്രയും സാറ്റിസ്ഫൈങ്, അത്രയും വാംത്ത് തരുന്ന, വളരെ ഹാർട്ട് വാമിങ്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എൻഡിങ് കൂടിയാണ് ഈ സിനിമയുടെ. നമ്മുടെ മനസ്സ് കംപ്ലീറ്റ് നിറച്ചു കളയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴും പറയും ബോളിവുഡ് സിനിമകൾ നല്ലതല്ല, അവർ റീമേക്ക് മാത്രമേ ഉള്ളൂ, ഫ്രഷ് സിനിമകളൊന്നുമില്ല, നല്ല സിനിമകളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നല്ല സിനിമകൾ വരുമ്പോൾ എന്തുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല? വൈ ഈസ് നോ വൺ സപ്പോർട്ടിങ് ദീസ് ഗുഡ് മൂവീസ്? നോക്കിക്കോ, ഈ സിനിമ നോക്കിക്കോ, ഇനി ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് പറയും ഇതൊരു കൾട്ട് ക്ലാസിക് പടമാണ്, ഒരു അണ്ടർ റേറ്റഡ് ജെമ്മാണെന്ന്. ഈ പറയണ സമയം, ഈ ഒരു 5 വർഷം ഇങ്ങനെ പറയണ സമയം, ഈ 5 വർഷം മുന്നേ ഈ പടം പോയി നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്യും, പോയി കാണ്. പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ചില സിനിമകൾ അത് ചുമ്മാ കണ്ട് കളയാനുള്ളതല്ല, നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പടം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ. ഇംതിയാസ് വീണ്ടും ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു കഥയോടും ഒരു കാലഘട്ടത്തിനോടും കുറേ മനോഹരമായ മനുഷ്യരോടും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ്, പ്ലീസ് ഡോണ്ട് മേക്ക് ദിസ് മൂവി ഒരു അണ്ടർ റേറ്റഡ് ജെം. തിയേറ്റേഴ്സ് പോയി സപ്പോർട്ട് ചെയ്യും. എന്നാലും ഇവർക്ക് ഇങ്ങനത്തെ നല്ല സിനിമകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.